ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്തിന്റെ തുറമുഖവും ആശ്രമം മൈതാനവും സാക്ഷിയാകുമ്പോൾ ഇക്കുറി പ്രത്യേകതകളേറെയാണ്. പാർട്ടിക്കപ്പുറം പാർട്ടിക്കാർ ചർച്ചയാകുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കും മൂല്യച്യുതികൾക്കും പ്രത്യയശാസ്ത്ര വ്യതിയാനങ്ങൾക്കും എല്ലാം അപ്പുറം, പാർട്ടിയുടെ നയരേഖയ്ക്കും അപ്പുറം തുടർഭരണത്തിനുള്ള നയരേഖകൾ ചർച്ചയാകുന്ന ഈ പാർട്ടി സമ്മേളനത്തിന്റെ വാർത്തകളിലേക്കാണ്. CPIM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ തുടരും. ആകെ 89 അംഗങ്ങളുള്ള സംസ്ഥാന സമിതിയിൽ 17 പുതുമുഖങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. DK മുരളി, S ജയമോഹൻ, K പ്രസാദ്, മന്ത്രി R ബിന്ദു, PK സനോജ് എന്നിവരും സംസ്ഥാന സമിതിയിൽ ഇടം പിടിച്ചവരിലുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനാണ് ചേരുന്നത്. വിഷ്ണു, വീണ്ടും ഒരിക്കൽ കൂടി MV ഗോവിന്ദൻ മാസ്റ്റർ AKG സെന്ററിന്റെ തലപ്പത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം രണ്ടാം ഊഴത്തിനായി എത്തുകയാണ്. തുടർഭരണം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, മറ്റു പാർട്ടി സെക്രട്ടറികളിൽ നിന്ന് വിഭിന്നനായി ഏറ്റവും ശക്തി കുറഞ്ഞ പാർട്ടി സെക്രട്ടറി എന്ന പഴി അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരും. ഈ രണ്ടാം വരവിൽ MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന അദ്ദേഹം മാഷായി ഒരു തിരുത്തൽ ശക്തിയായി പാർട്ടിയുടെ നിലവിലുള്ള വിഭാഗീയതയടക്കമുള്ള വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾക്ക് ഒരു തിരുത്തൽ ശക്തിയാകാൻ MV ഗോവിന്ദന് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം. അതുല്യ, തീർച്ചയായിട്ടും MV ഗോവിന്ദൻ ഇപ്പോൾ രണ്ടാം സമയവും വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഒരു പാർട്ടി സമ്മേളനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദ്യമായി അദ്ദേഹം സമ്മേളനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സെക്രട്ടറിയായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലക്ഷ്യം മൂന്നാം സർക്കാർ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. എല്ലാവരുമായി ചർച്ച ചെയ്ത അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മുൻവിധിയില്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേമം മേഖലകളിലെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും പരമാവധി സഹായം നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി എന്നത് വലിയ ഉത്തരവാദിത്തമായി കാണുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തെ നേരിടേണ്ടി വരുമ്പോൾ പോലും അതിനെ തിരുത്താൻ തയ്യാറായി അതിനുള്ള കൃത്യമായ മറുപടി നൽകിയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ മുന്നോട്ട് പോയത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്തിലെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം സംസ്ഥാന സർക്കാരിനോ അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കോ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും ഈ സമ്മേളനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളുള്ളതാണ്. ഏതായാലും സമ്മേളന പ്രതിനിധികളായി വന്ന മുഴുവൻ ആളുകളെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താനാകില്ല എന്നുള്ള കാര്യം കൂടി ബി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൂസൻ കോടിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത് കരുനാഗപ്പള്ളിയിലെ പ്രശ്നത്തിൽ മേലെടുത്ത നടപടിയുടെ ഭാഗമാണെന്നും ബി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓരോരുത്തരെയും മാറ്റിവച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ 89 പേരെയാണ്. അതിൽ പുതുമുഖങ്ങൾ 17 പേരാണ്. പിണറായി വ്യക്തമായി ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ്, M രാജഗോപാൽ, K റഫീഖ്, M മെഹബൂബ്, VP അനിൽ, KV അബ്ദുൽ ഖാദർ, M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, മന്ത്രി R ബിന്ദു എന്നടക്കമുള്ള നിരവധി പേരാണ്. 17 പേരാണ് ഇപ്പോൾ പുതുമുഖങ്ങളായി വന്നിരിക്കുന്നത്. അതിൽ 5 പേരും പുതിയ ജില്ലാ സെക്രട്ടറിമാർ കൂടിയാണ്. ഏതായാലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി വരുമ്പോൾ പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, അങ്ങനെ അടക്കം KN ബാലഗോപാൽ അടക്കം നിരവധി പേരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി 17 പേരും വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഏതായാലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസത്തെ പൊതുസമ്മേളനത്തിന് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ആശ്രാമ മൈതാനത്താണ്, കൊല്ലത്താണ് നടക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി തന്നെ റെഡ് വോളണ്ടിയർമാർ ഇവിടെ എത്തി സല്യൂട്ട് നൽകും. റെഡ് സല്യൂട്ടിന് ശേഷം ഓരോരുത്തരും കൃത്യമായി ഓരോ സ്ഥലങ്ങളിലിരിക്കും. ഇരിപ്പിടത്തിലൂടെ തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. നിരവധി 10,000 ആളുകളാണ് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നതെന്നും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. അതുല്യ, സൂചിപ്പിച്ചതുപോലെ തന്നെ നവകേരള അല്ലെങ്കിൽ തുടർഭരണമാണ് ലക്ഷ്യം എന്ന CPM സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പാർട്ടി സമ്മേളനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉള്ള ആദ്യ സമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തായാലും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും അതുപോലെ തന്നെ നിലവിൽ പാർട്ടി നേരിടുന്ന പ്രത്യയശാസ്ത്ര ശോഷണം അടക്കമുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനു പകരം തുടർഭരണം, മൂന്നാം ഊഴം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഈ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിലും ഈ ഒരു ചർച്ചകൾ അവസാനിക്കുന്നത്, അല്ലെ?
തീർച്ചയായിട്ടും അവസാന ഘട്ടത്തിൽ പോലും വിമർശനങ്ങളെ പോലും അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോലും വിമർശനങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അതായത് അത് നേരിട്ടു എന്നും അതിന് തക്കതായ മറുപടി പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം ആശങ്കകൾക്ക് മറുപടി നൽകി. ഈ സമ്മേളനത്തിനുള്ളിൽ പല കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിലെല്ലാം ഉപരി മൂന്നാം പിണറായി സർക്കാർ വരുന്നു എന്നുള്ള ലക്ഷ്യം, ഇടത് സർക്കാർ മൂന്നാം തവണയും വരും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള പ്രവർത്തനത്തിന്റെ വിലയിരുത്തലും ഭാഗമായുള്ള നടപടികളും കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഏതായാലും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ സർക്കാർ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയോടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അതിനായി എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറി അടക്കം ആവശ്യപ്പെടുന്നത്. ഏതായാലും വലിയ ശക്തിയോടെ തന്നെ മുന്നോട്ട് പോകും. വീണ്ടും രണ്ടാമതൊരു അവസരം ലഭിക്കുന്നത് വലിയ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലെല്ലാം ഇനി വലിയ തെരഞ്ഞെടുപ്പുകൾക്ക് മറുപടി ജനം തന്നെ നൽകുന്ന സാഹചര്യമാണ്. എന്നാൽ അതിനുപരി ഈ സംസ്ഥാന സമ്മേളനം വലിയ വിജയമായി പൂർത്തിയായി എന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. വലിയ ജനപങ്കാളിത്തം, അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലെല്ലാം സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട്. അതില്ല നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയെ തുടർന്ന് സുസൻ കോടിക്ക് സ്ഥാനം ലഭിക്കാതെ പോയതടക്കം അത്തരത്തിൽ P. ജയരാജൻ അടക്കമുള്ളവർ ഇതുപോലെ ഇതിൽ ഇടം പിടിക്കാതെ പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ, ഏതെങ്കിലും ഭാഗത്തു നിന്ന് അതൃപ്തികൾ മുതലായവ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അറിയാൻ സാധിക്കും. പക്ഷേ അതിനൊരു വിഭാഗീയതയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. അച്ചടക്ക നടപടി എന്ന പോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു. പാർട്ടിക്കുള്ളിൽ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്നത് അംഗീകരിക്കും. അതിനെ തിരുത്താനുള്ള ഒരു നടപടി എടുക്കേണ്ടി വന്നാൽ അത് എടുക്കുമെന്നുള്ള നിലപാട് തന്നെയാണ്. PP ദിവ്യയുടെ കാര്യത്തിലടക്കം MV ഗോവിന്ദൻ ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് തന്നെ നടപടി സ്വീകരിച്ചു എന്നാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ഒരു അജണ്ടയ്ക്കുള്ളിൽ തന്നെയുള്ള കാര്യം തന്നെയാണ്. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള അവസരം കൊടുക്കുക, അല്ലെങ്കിൽ അത് കാര്യമായ ഒരു തെറ്റ് തന്നെയാണെങ്കിൽ അതിന് നടപടി സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടി രീതിയാണ്. അത് തന്നെയാണ് ഇവിടെ സ്വീകരിച്ചത്. അതുകൊണ്ട് അതിനെതിരെ വലിയ വിമർശനം ഉയരാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല. അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾക്കുള്ള അവസരവുമില്ല. പക്ഷേ ഇതിന് മറുപടിയായി ഈ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിലാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കടക്കാൻ പോയത്. എന്നാലും നിലവിൽ എടുത്ത തീരുമാനം പാർട്ടി അജണ്ടയ്ക്ക് ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത്. അതില്ല